ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയാണെന്ന് തോന്നുന്നു, നമുക്കിവിടെ ന്യൂസ് പേപ്പറൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള പരിപാടികളുടെ ന്യൂസ് അറിയാനുള്ള ഏകമായിട്ടുള്ളൊരു ചാൻസ്. ന്യൂസ് പേപ്പർ കിട്ടും, പക്ഷേ അതിനൊന്നുമുള്ളൊരു ഇതില്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. നമ്മുടെ കോഴിക്കോട് ഒരു 15 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു കൊന്നു. അന്ന് ആ ന്യൂസ് കണ്ടപ്പോഴേ എനിക്ക് ഇതുപോലൊരു വിഷമമില്ല. കാരണം എന്ന് വെച്ചാൽ അതേ സെയിം ഏജിലുള്ള ഒരു മകൻ എനിക്കും ഉണ്ട്. എന്ത് വിശ്വസിച്ചാണ് നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ പുറത്തു വിടുക എന്നുള്ളതും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കണ്ടപ്പോൾ ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ വേണ്ടി കൊണ്ടുവരുന്ന ന്യൂസുണ്ട്. അപ്പോഴെനിക്കുണ്ടായ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോയി ആ പരീക്ഷാ സെൻറ്ററിൻ്റെ മുന്നേ പോയിരുന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ പ്രതികരിച്ചതിനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് നിഷേധിച്ചിട്ട് മറ്റവർക്കത് കുറ്റം ചെയ്തവർക്കത് കുറ്റം ചെയ്ത് ആരോപിതരെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അറിയാം ആ കുട്ടികളാണ്. അതിന് വ്യക്തമായ തെളിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാണ്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പച്ചയായ എല്ലാവരുടെ മുന്നേ കിടക്കുന്നവരുണ്ട്. അവർക്ക് ആ ഒരു കുട്ടിക്ക് നിഷേധിച്ചൊരു കാര്യം അവന്മാർ പോയി എഴുതുന്നു. ക്രിമിനലുകളായ കുട്ടികൾ പോയി എഴുതുന്നു. അതുപോട്ടെ, അതെഴുതി അവന്മാർ ആ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അവന്മാരുടെ റിസൾട്ട് വന്നു. അവന്മാർക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇത്രയും വലിയ ഒരു നമുക്ക് മനസ്സിന് പറ്റി എന്തെങ്കിലും ചെറിയൊരു വിഷയമാണ് നമ്മുടെ ചെയ്യുന്ന ജോലിയിൽ അത് ബാധിക്കും. എല്ലാവരും പറയാം അങ്ങനെ. നമ്മൾ ക്ലിയർ മൈൻഡായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ജോലി ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ എന്ത് തന്നെ ആവട്ടെ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട്. ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയും പിള്ളേർ മുടി വളർത്തിക്കൊണ്ട് വരില്ലെന്ന്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ മുടിയിൽ എപ്പോഴെങ്കിലും പിടിച്ച് പഠിക്കാനുള്ള ശ്രദ്ധ പോകുന്നു. ഒരു കൊലപാതകം ചെയ്തിട്ട് പോയി അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാൻ ഒരു തടസ്സമില്ലാതെ അവന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ മനസ്സിന് ഈ ഒരൊറ്റ കാരണം തന്നെ ഇവന്മാരുടെ വിധി ഉണ്ടാവുമ്പോൾ കോടതി പ്രത്യേകം പരിഗണിക്കണം. കാരണം ഈ ഒരു കൊലപാതകം നടത്തിയിട്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഇത്രയും സമൂഹത്തിൽ നിന്നുള്ള ഇത്രയും അവന്മാർക്കെതിരെ ഇതെല്ലാം കണ്ടിട്ടും ഇവന്മാർ എക്സാം എഴുതാൻ പോയ ബഹളമൊക്കെ ഇവന്മാർ അത്രയും ഫേസ് ചെയ്തിട്ടും ഇവന്മാർ ഇത്രയും കൂളായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ മനസ്സിൽ ഇവന്മാരൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്പർ 1 ക്രിമിനലുകളായിട്ടായിരിക്കും മാറുന്നത്. അതിൽ യാതൊരു വ്യത്യാസമില്ല. പിന്നെ ഇവന്മാർക്കത് വലിയ കുറ്റങ്ങളൊന്നും ശിക്ഷ കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. കാരണം കുട്ടി കൊലപാതകങ്ങളാണ്, പ്രായപൂർത്തിയാവാതെ ചെയ്താണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇളവ് ചെയ്ത് പോവും. അതെല്ലാത്തിലും പോട്ടെ, ഇന്നലെ ഞാൻ കണ്ട ന്യൂസാണ് ഇവന്മാർക്ക് +1 അഡ്മിഷൻ കൊടുത്തു. എന്ത് തേങ്ങയ്ക്ക് കൊടുത്തതാണ് ഇവന്മാർക്ക് +1 അഡ്മിഷൻ? കാരണം എന്ന് വെച്ചാൽ ഇവന്മാരെ പോലെ മനുഷ്യന് പറ്റുന്ന എല്ലാ മൗലിക അവകാശങ്ങളും ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഈ ഭൂമിയിൽ നിന്ന് ജീവനോടെ ഇല്ലാത്തത് ഇവന്മാർ കാരണം. അത് ഇവന്മാർ കുറ്റാരോപിതരായതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കുറ്റാരോപിതരല്ല, ഇവന്മാർ ചെയ്തതാണെന്ന് വ്യക്തമായ തെളിവുണ്ട്. അതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട 3-4 വർഷം വരെ ഇതിങ്ങനെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ഇവന്മാർ വീട്ടുകാർ ചെലവാക്കി പഠിപ്പിക്കേണ്ട കാശല്ല, ജനങ്ങളുടെ കയ്യിലെ കാശുകൊണ്ട് ഇവന്മാർ പഠിച്ച് വൃത്തിയായി എഴുതി. അപ്പം ശിക്ഷയും കിട്ടൂല. കാര്യം ഇവന്മാർ 10-16 വയസ്സായുള്ളൂ. അപ്പോൾ അവന്മാർക്ക് അതിൽ നിന്ന് കുറച്ചുകൂടെ ശിക്ഷ കിട്ടുള്ളൂ. പുറത്തിറങ്ങുമ്പോൾ ഇവന്മാർ വിദ്യാഭ്യാസം ഉണ്ട്, അവരുടെ ലൈഫിനൊന്നും പറ്റിയിട്ടില്ല. പകരം അവർ അകത്ത് നല്ല വെൽ സെറ്റിൽഡ് ആയിട്ട് നന്നായിട്ട് പുറത്തൊരു കുട്ടി കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കിട്ടി. അവന്മാർക്ക് അതിൻ്റെതായ ബെനിഫിറ്റോടുകൂടി ഒരു കൊലപാതകം ചെയ്തവർക്കുള്ള ബെനിഫിറ്റാണ് ഇതെല്ലാം. ഞാൻ ആ എക്സാം എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവന്മാരൊന്നും എഴുതിയിരുന്ന കാര്യമില്ല, കാര്യം ഇത്രയൊക്കെ ചെയ്തിട്ട് അവരുടെയൊക്കെ മനസ്സ് അവിടെയൊന്നും നിൽക്കത്തൊന്നുമില്ലെന്ന്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ അന്തം വിട്ടേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ചെറിയ പിള്ളേരുടെ മനസ്സൊക്കെ പെട്ടെന്ന് അലങ്കോലായി. ഇതുപോലെ കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇവന്മാരുടെ മനസ്സിനൊരു കുഴപ്പമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നറിയാവോ? ഇവന്മാരത് വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. ആ ചെയ്തതിൽ ഇവർക്ക് ഒരു കുറ്റബോധവും ഇല്ല. ആ ഒരു പ്രശ്നം അവന്മാരുടെ മനസ്സിനെ അലട്ടിയിട്ടേയില്ല, അവരെ മൈൻഡിനെ അത് ബാധിച്ചിട്ടേ ഇല്ല. അവരുടെ ഡെയിലി ലൈഫിന് അതിനൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനിയും ഇതുപോലെ 10 ചെയ്താൽ ഇവന്മാർക്ക് ഒരു കുഴപ്പമില്ല. ജന്മന ക്രിമിനലുകളായിട്ടുള്ള കുട്ടികളാണ് ഇവന്മാർ. കുട്ടികളെ നല്ല പിശാചുക്കളാണ് ഇവന്മാർ. ആ അച്ഛനും അമ്മ എന്തോരം വിഷമിക്കുക. അവരുടെ കുട്ടിയും ഇപ്പോൾ സ്കൂള് തുറന്നപ്പോൾ എല്ലാവരുടെ മക്കളും പോകുന്നത് പോലെ ആ കുട്ടിയും പോവേണ്ടതായിരുന്നു. ആ സ്ഥാനത്താണ് ഇവന്മാരെ എഴുന്നള്ളിച്ച് വെൽ പ്രൊട്ടക്ഷനോട് കൂടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതില്ലെന്നുള്ള ഇതുകൊണ്ട് മാത്രമാണല്ലോ കുറ്റാരോപിതരായി ഇവന്മാരെ പോലെയുള്ളവർ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇവന്മാരെ പോയി വെടിവെച്ച് കൊന്നേനെ. അങ്ങനത്തെ ഒരു നമുക്കതിന് കഴിയില്ല. എന്നാൽ അതാണ് നമ്മുടെ മാനസികാവസ്ഥ. ആ ഒരു മോൻ അനുഭവിച്ച വേദനയുടെ ഒരംശം പോലും ഇവന്മാർക്ക് കിട്ടിയതുമില്ല. ഇവന്മാർ നല്ല ഫുഡും അടിച്ച് നല്ല പോലീസ് പ്രൊട്ടക്ഷനിൽ വന്ന് പരീക്ഷ എഴുതി നല്ല മാർക്കും വാങ്ങി
ഇപ്പം എന്താ +1 ഒരു ചിലവും വീട്ടുകാർക്കില്ല, എല്ലാം ഗവൺമെൻറ് നോക്കിക്കോളും. എന്തോ വേണം ഇതുപോലെ തെണ്ടി കൂട്ടങ്ങളെ പറഞ്ഞു വിടുന്നതിന് പുറത്തോട്ട് ഇനിയിപ്പോൾ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ പഠനവും പൂർത്തിയാക്കി നല്ല അജാന ബാഹുക്കളായിട്ട് വലിയൊരു ക്രിമിനൽ മൈൻഡുള്ള തെണ്ടികളായിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് തുറന്നു വിടും. ഉമാർ വന്ന് ഇത് ഏതെങ്കിലും പാവം പിടിച്ച വീട്ടിലെ പെമ്പിള്ളാരെയും കെട്ടി അതുങ്ങളെയും തല്ലിക്കൊന്ന് അടുത്ത് ഇതിനേക്കാളും വലിയ കൊലപാതകം ഉണ്ടാക്കി. ഇവന്മാരെ നല്ല രീതിയിൽ പോകുന്നില്ല. മൈൻഡ് ചെയ്യുന്ന ജന്മം തൊട്ട് ഇത്രയും ക്രിമിനൽ ബുദ്ധിയോട് വളരുന്ന ഇവന്മാരൊന്നും നല്ല രീതിയിൽ പോകൂല. പിശാശുക്കളാണ് ഇതെല്ലാം, പിശാശിന്റെ ജന്മമാണ്. ഇതിനെയൊന്നും ഒരിക്കലും സമൂഹത്തിലോട്ട് തുറന്നു വിടാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ വേറെ വെളിനാട്ടിലൊക്കെ ആണെങ്കിൽ ആ സെക്കൻഡ് ഇവന്മാർ ആ കുട്ടി അനുഭവിച്ച അതേ വേദന ഇവന്മാരും അനുഭവിച്ച് തീർന്നേനെ. അതെല്ലാത്തിലും ഉപരി ഇവന്മാർ കൊന്നതിന് ശേഷം ചെന്നിട്ട് ചാറ്റ് ചെയ്തിട്ടില്ലേ, ഒരാള് നമ്മൾ ഇത്രയും വേദനിപ്പിച്ചിട്ട് ഒരു പേടിയില്ല, ഒരു ടെൻഷനില്ല. വരാൻ പോകുന്ന കേസിനെ കുറിച്ച് ഇവന്മാർക്കറിയാം ഇത് ഇന്ന രീതിയിലൊക്കെയാണ് സംഭവിക്കുക, അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവന്മാർക്കറിയാം. അതൊക്കെ അവന്മാർ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെയാണ് ഇപ്പം നടക്കുന്നതും. കണ്ടപ്പോൾ വിഷമം തോന്നി. അതുകൊണ്ട് മാത്രമാണ് നമുക്കതൊന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ലല്ലോ. പക്ഷെ ഇതുപോലെ തെണ്ടിക്കൂട്ടം പിടിച്ച പിള്ളേരെ, പിശാചിന്റെ സന്തതികളെ ഇങ്ങനെ തുറന്നു വിടാനേ പാടില്ല. ഇതൊന്നും കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുങ്ങളുടെ മനസ്സേ അല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു വിഷമം, ഞാനും ഒരു അമ്മയാണ്, ആ ഒരു വിഷമമാണ്. വിഷമം കൊണ്ടല്ല, യാഥാർത്ഥ്യം അതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കരുതുന്നത് അതാണ്. ഇങ്ങനെയുള്ള കുട്ടിപ്പിശാശികളെയൊക്കെ തുറന്നു വിട്ടാൽ ഇനി വരുന്ന, ഇന്ന് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഭാര്യനെ കൊന്ന് അകത്തു പോയി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള് വെളിയിൽ വന്ന് വേറെയും അവനെ കെട്ടാനും ആൾക്കാരുണ്ട്, കല്യാണം കഴിച്ച് ആ ഭാര്യയെ, രണ്ടാം ഭാര്യനെയും ഭാര്യയുടെ അമ്മേനെ ഇന്നലെ കൊന്നു കുഴിച്ചു മൂടി. ഇന്നലെ കൊന്നിട്ട് പോലും ആൾക്കാർക്കൊരു പേടിയില്ല. ഇവൻ ഒരു ക്രിമിനലാണ്, ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പോകുന്ന ഒരുത്തൻ ഒരു ക്രിമിനലാണെന്ന് മനുഷ്യർക്ക് ഒരു പേടിയുമില്ല. പിന്നെയും ഇവന് പെണ്ണ് കിട്ടി. അതുപോലെയാണ് ഈ കുട്ടിപ്പിശാചുകളുടെ കാര്യവും. ഇവന്മാർ നോക്കിയാൽ ജയിലിൽ കിടന്ന് മറ്റേ ഗോതമ്പച്ചാമിയൊക്കെ വന്നതുപോലെ നല്ല ഫലപുഷ്ടമായ ശരീരത്തോടു കൂടി ഇവന്മാർ പുറത്തിറങ്ങി വരുമ്പോൾ പെൺപിള്ളേർ കാണും, വീഴും, കെട്ടും, നല്ല ജോലി കിട്ടും, എല്ലാം കിട്ടും, ഒരു കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഇവന്മാരും അടുത്ത ബാധ്യത സമൂഹത്തിന് തന്നെയാണ്. തെണ്ടിക്കൂട്ടങ്ങളാണ്. മരിച്ചുപോയ ആ കുട്ടിക്കിட்ட എന്ത് നീതിയാണ് ഇവന്മാർക്ക് കൊടുക്കേണ്ടത്? ഒരാവശ്യവും കുറ്റം തെളിയുന്നവരെ ഇവന്മാരെ അകത്തിടേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവന്മാരുടെ ലൈഫ് അവന്മാർ വേണമെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ. ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാര്യം അതിന് ഓൾറെഡി അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണിത്? കുറ്റാരോപിതരാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് ഇത് ചെയ്യണം. പെട്ടെന്ന് 2-3 മാസം കൊണ്ട് ഇവന്മാരുടെ കേസൊക്കെ ഫാസ്റ്റായിട്ട് തെളിയിച്ച് ഇവന്മാരെ ശിക്ഷ കൊടുത്ത് അകത്തിടണം. പഠിപ്പിക്കാൻ നടക്കുന്നത് ഇതുപോലത്തെ തെണ്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി. സപ്പോർട്ട് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെന്തോ, ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ മാത്രം, നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും. കമൻറ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണം, എന്നാലേ എനിക്കത് അറിയാൻ പറ്റൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ശരി, ടാറ്റാ, നാളെ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും. ബൈ.